ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ളത് പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള ഉപമയാണ്. ഒന്നാമതായി പരീശന്റെ പ്രാർത്ഥനയിൽ സ്വയം നീതീകരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് പരീശൻ നടത്തുന്നത്. താൻ നിരന്തരമായി ഉപവസിക്കുന്നു, കൃത്യമായി ദശാംശം നൽകുന്നു, ചുങ്കക്കാരെയോ വ്യഭിചാരികളെയോ പിടിച്ചുപറിക്കാരെ പോലെ അല്ല താൻ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. മറുവശത്ത് ചുങ്കക്കാരനാകട്ടെ സ്വന്തം ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി കൃത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചുങ്കക്കാരൻ അനുദപിച്ച് എളിമയോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. തുടർന്ന് അദ്ദേഹം സന്തോഷത്തോടെ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങി. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ നോമ്പ് കാലത്ത് അനുദപിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പൈതങ്ങളെ തൻ്റെ അടുക്കിലേക്ക് വിടുവാനായി ആഹ്വാനം ചെയ്യുന്നു. കാരണം ദൈവരാജ്യം അവർക്കുള്ളതാണ്. നമുക്കും എന്തുകൊണ്ട് ഈ പൈതങ്ങളെ പോലെ ആയിത്തീർന്നൂടാ? ഈ ലോകത്തിന്റെ മോഹങ്ങളും അഹംഭാവവും അതുപോലെ തന്നെ സ്വാർത്ഥതയും വെടിഞ്ഞ് ഈ നോമ്പ് കാലത്ത് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതിനായി എന്നെയും നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ.